നന്ദേട്ട, ഞാൻ നന്ദേട്ടനെ കാത്താ ഇവിടെ വന്നേ. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും അറിയണ്ടെന്ന് കരുതി. എനിക്ക് നന്ദേട്ടനോട് സ്നേഹയെക്കുറിച്ചാണ് പറയാനുള്ളത്. അവൾ പറയുന്നതൊക്കെ കേട്ട് നന്ദേട്ട ഓരോന്ന് ചെയ്യരുത്. ചെയ്യരുത് എന്ന് നീ എന്നോട് പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് കൂടി നീ എനിക്കൊന്ന് പറഞ്ഞാ. എന്റെ ശരിയും തെറ്റുമല്ല ഇവിടെ വിഷയം, സ്നേഹയുടെ ജീവിതമാണ്. സ്നേഹയുടെ അതേ ജീവിതത്തെപ്പറ്റി തന്നെയാണ് ഞാനും പറയുന്നത്. നന്ദേട്ടന് ഉറപ്പ് പറയാൻ പറ്റുമോ ധനുഷിൻ്റെ ഒപ്പമുള്ളൊരു ജീവിതം സ്നേഹയ്ക്ക് സന്തോഷം കൊടുക്കുന്നതാണെന്ന്? മുമ്പ് ഞാനും അർച്ചനയും പറഞ്ഞിട്ടും അച്ഛനും നന്ദേട്ടനും അത് കേട്ടില്ല. അതിൻ്റെ ഫലമാണ് സ്നേഹയിലൂടെ നമ്മളും ഇപ്പം അനുഭവിക്കുന്നത്. ഒരബദ്ധം 2 തവണ പറ്റുന്നത് വിഡ്ഢിത്തരമാണ് നന്ദേട്ട. അതെ, ഞാൻ വിഡ്ഢിവേഷം കിട്ടുകയാണ് ഇപ്പോൾ. അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. എന്ത് കാരണമായാലും ഇപ്പം നന്ദേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദേട്ടൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ? അല്ല എന്ന ഉത്തരവാണ് നന്ദേട്ടൻ്റെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ശരിയായ ഉത്തരവും. എന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു. സന്ധ്യ ഡോക്ടറെ ഉപദ്രവിച്ചു. അനൂപേട്ടനെ ആക്സിഡന്റിൽ പെടുത്തി. ഇത്രയും കുറ്റങ്ങൾ അവൻ നമ്മുടെ കുടുംബത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അവൻ കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. മറ്റൊരു പേരിലും മേൽവിലാസത്തിലും വീട്ടുകാരെ വരെ വാടകയ്ക്കെടുത്ത് നന്ദേട്ടനെയും അച്ഛനെയും നമ്മളെ എല്ലാവരെയും അവൻ പറ്റിച്ചു. ഇതൊക്കെയാണോ അവന് നമ്മുടെ സ്നേഹമോളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള യോഗ്യതയായി നന്ദേട്ടൻ കാണുന്നത്? സച്ചി പറഞ്ഞതൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് അവനോട് ക്ഷമിക്കാം, ക്ഷമിക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളാണ്. സ്നേഹം ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോകത്ത് ഏതൊരു പെണ്ണും വെറുക്കുന്ന ക്യാരക്ടറാണ് ധനുഷിൻ്റേത്. പ്രത്യേകിച്ചും ഇങ്ങനൊരു അനുഭവം വരുമ്പോൾ ഒരിക്കലും അവൻ മുന്നിൽ വരരുതെന്ന് ഏതൊരു പെണ്ണും ചിന്തിക്കും. പക്ഷേ സ്നേഹ അതല്ല ചെയ്യുന്നത്. അവൾ അവന് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നിടത്തുനിന്നാണ് നമ്മുടെ ആരുടെയും വാക്കിന് വിലയില്ലാതാവുന്നത്. ഇതുപോലെ ധാരാളം ആളുകൾ ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ഒതുങ്ങി ജീവിക്കാറുണ്ട്. ഞാൻ ധനുഷിനെ ന്യായീകരിക്കുകയാണെന്ന് സച്ചിക്ക് തോന്നരുത്. നാളെ ഒരു സമയം ധനുഷൻ സ്നേഹിയും നല്ലൊരു കുടുംബജീവിതം തുടങ്ങിയാൽ ഈ പറയുന്നതിനൊക്കെ ഒരു അർത്ഥവും ഇല്ലാതാവില്ലേ? കാമുകിയിൽ നിന്ന് ഭാര്യയായിട്ട് മാറിക്കഴിയുമ്പോൾ അവളുടെ സ്നേഹത്തിൽ അവൻ മാറുമെന്ന് പറയുന്നിടത്ത് എന്തുത്തരവാണ് ഞാൻ അവളോട് തിരിച്ചു പറയേണ്ടത്? ധനുഷിനെ മതി, ഇല്ലെങ്കിൽ മരിക്കും. ഞാനും അവൾ സംസാരിക്കുമ്പോഴൊക്കെ അവൾ പറഞ്ഞു നിർത്തുന്ന വാചകമാണിത്. നിന്നോടാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ സന്ദീപിനോടാണ് പറയുന്നതെങ്കിൽ, ആ സന്ദർഭത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമേ ഞാനും എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ പ്രണയ നിരാശയിൽ എല്ലാവരും പറയുന്നതല്ലേ നന്ദേട്ടാ? കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാറും. ഇപ്പോ സ്നേഹയുടെ തീരുമാനത്തിന് കൂട്ടുവെന്ന് എടുത്തു ചാടിയാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. ധനുഷിനൊപ്പം സ്നേഹ പോയാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തകരുന്നത് നമ്മുടെ അച്ഛനാ. സ്നേഹയുടെ വിഷമം കാണുന്നതിനൊപ്പം നന്ദേട്ട എന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എനിക്ക് മനസ്സിലായി നിനക്കും അർച്ചനയ്ക്കൊക്കെ എന്നോട് ദേഷ്യമാണെന്ന്. അത് ഞാൻ അറിയാത്തതുകൊണ്ടല്ല, മനഃപൂർവ്വം അറിയാത്ത പോലെ നടക്കുന്നതാ. നിന്നോട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ആരും അറിയരുതെന്ന് ഞാൻ മനസ്സിൽ കരുതിയതാ. പക്ഷേ ഇപ്പം നിന്നോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നീയും എന്നെ പിന്നീട് കുറ്റം പറയും. വിവാഹം മുടങ്ങിയ വിഷമത്തിൽ വെറുതെ കഥ അടച്ചിരിക്കുകയല്ല സ്നേഹ. നീ അതെ, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം എല്ലാം മറന്ന സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഇപ്പം ഇതില്ലാതെ പറ്റില്ല. അവൾ അങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയടാ ഞാൻ. അവൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കാനേ എനിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. ഏട്ടാ, ഞാനും കൂടി അവളെ തള്ളിപ്പറഞ്ഞ മനംനൊന്ന് അവളെന്തെങ്കിലും ചെയ്താ സമാധാനം കിട്ടുവാടാ നമുക്ക്? മദ്യത്തിന്റെ പിൻബലത്തിൽ അവൾ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
നീ ഇതൊന്നും ആരോടും പറയരുത്, അർച്ചനയോട് പോലും. ഏട്ടാ, നമ്മുടെ പെങ്ങളുടെ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ പറഞ്ഞു നടക്കണ്ട. ഭാര്യയോടാണെങ്കിൽ പോലും. നീയും സ്നേഹയോട് ഇതേപ്പറ്റി സംസാരിക്കണ്ട. ഇനി നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചാലും സ്നേഹയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലടാ. ഏട്ടാ, മദ്യത്തിനോട് അത്രയ്ക്കും അഡിക്റ്റ് ആയിപ്പോയി അവള്. പഴയ പോലെ അവളെ നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള ഏക വഴി ധനുഷാണ്. അവനെ മുന്നിൽ കൊണ്ട് നിർത്തിയാലേ പഴയ സ്നേഹയെ നമുക്ക് കാണാൻ കഴിയും. അബോധാവസ്ഥയിൽ ഓരോന്ന് പറഞ്ഞെങ്കിലും അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നീ ആലോചിച്ചാൽ അത് നിനക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന്. നിനക്കിനി അങ്ങനെ തോന്നിയില്ലെങ്കിലും ഞാനതേ ചെയ്യും. എൻ്റെ സ്നേഹമോൾക്കൊന്നും സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ടെനിക്ക്. ഹലോ അർച്ചന, ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണോ? അതേലോ. എന്താ അർച്ചന? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചേ. ഇന്ന് നന്ദേട്ടനെ കണ്ടായിരുന്നു? കണ്ടിരുന്നു. നന്ദേട്ടനുമായിട്ട് ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നു? ഹലോ ഡോക്ടർ. ആ അർച്ചന കേൾക്കുന്നുണ്ട്. അത് നന്ദനെ വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ. നന്ദേട്ടൻ പോയത് ധനുഷിനെ ജാമ്യത്തിലിറക്കാനുള്ള ആവശ്യമായിട്ടല്ലേ? അങ്ങനെ എന്തുകൊണ്ട് സംസാരിച്ച് കേട്ടത്? അവര് സംസാരിച്ചപ്പോൾ ഞാൻ മാറി നിന്നു. അല്ല, അർച്ചനോട് ആര് പറഞ്ഞു ഈ കാര്യം? ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞതാ. നന്ദൻ വിളിച്ചതുകൊണ്ട് പോയത് അർച്ചന. വേറൊന്നും എനിക്കറിയില്ല. ഞാൻ ഹോസ്പിറ്റലിലാ, പേഷ്യൻസ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി. എന്തുവാവേ, കരയല്ലേ? കരയല്ലേ മോളെ, കരയല്ലേ വാവേ? കരയല്ലേട്ടോ. സന്ദീപേ കുഞ്ഞ്. അർച്ചന, താനിതെങ്ങോട്ടാ? മോള് വല്ലാതെ കരയുന്നു സച്ചേട്ടാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. താൻ പോകണ്ട. അവൾ അവളുടെ അമ്മയുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നേ. കുറച്ചു കഴിയുമ്പോൾ കരച്ചിൽ നിർത്തിക്കോളും. താനിപ്പോൾ അങ്ങോട്ട് ചെന്നാ ആതിരയ്ക്ക് ഇഷ്ടമായില്ലെന്ന് വരും. അവൾ തന്നെ എന്തെങ്കിലും പറയും. പിന്നെ അത് തനിക്ക് വിഷമാവുകയും ചെയ്യും. തൻ്റെ കയ്യിൽ ആതിര കുഞ്ഞിനെ തരില്ല, അതെനിക്കറിയാം. എന്നാലും ഇത്രയും കരയുമ്പോ എങ്ങനെ സച്ചേട്ടാ കേട്ടില്ലെന്നടിച്ച് ഇവിടെ ഇരിക്കുന്നേ? അവൾ എന്ത് പറഞ്ഞാലും സാരമില്ല. കുഞ്ഞു കരയുമ്പോഴൊക്കെ താൻ ചെന്ന് എടുക്കുന്നതാ ആതിരയ്ക്ക് പ്രശ്നം.
ആതിര അവളുടെ അമ്മയല്ലേ, അവളും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. താനില്ലാത്തൊരു സന്ദർഭം വന്നാ അവള് തന്നെ വേണ്ടേ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനും? സച്ചേട്ടൻ കരുതുന്ന പോലെ സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ അല്ല നമ്മുടെ മോള് കരയുന്നത്. സച്ചേട്ടനോട് പറയണമെന്ന് പലതവണ ഞാൻ കരുതിയതാ. സന്ദീപ വേണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ മോളൊരു ഹാർട്ട് പേഷ്യൻ്റാ സച്ചേട്ടാ. ഞാനും സന്ദീപും കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാ, സച്ചേട്ടന്റെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ ആയിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ ഞാനും സന്ദീപ് ഉണ്ടായിരുന്നു. മോളുടെ ഹാർട്ടിലെ വാൽവില് ഒരു ഹോൾ ഉണ്ടെന്ന്. അതുകൊണ്ടാ മോക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നതും മോളിങ്ങനെ കരയുന്നതും. ഞാൻ സന്ദീപം അല്ലാതെ മറ്റൊരാളെയും ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല, ആതിരെ പോലും. സന്ദീപ് പറഞ്ഞിട്ടാ സച്ചേട്ടനോട് പോലും ഇത് പറയാതിരുന്നത്. എടോ, ആതിരയോടെങ്കിലും നിങ്ങൾക്ക് ഈ വിവരം പറയായിരുന്നു. എന്തൊക്കെയായാലും അവള് കുഞ്ഞിന്റെ അമ്മയല്ലേ. അവളോട് എങ്ങനെയാ സച്ചേട്ടാ ഞങ്ങളിത് പറയുന്നത്? പ്രസവത്തോടുകൂടി ചില മാനസിക പ്രശ്നങ്ങളൊക്കെ അവക്കുണ്ട്. അതുകൊണ്ടാ എന്നോട് പോലും അവക്ക് ദേഷ്യം. അപ്പൊ പിന്നെ ഇതുകൂടി അറിഞ്ഞ അവള് മുഴുവൻ ഭ്രാന്തിലേക്ക് പോവോന്നാ ഞങ്ങളുടെ പേടി. എങ്കിലും ജീവിതകാലം മുഴുവൻ അവൻ ഈ കാര്യം എങ്ങനെയാ അർച്ചന മറച്ചു വെക്കുന്നേ? മോൾക്ക് ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. 1 വയസ്സായിട്ടേ അത് നടത്താനാവൂ. അതായത് ഇനി 1 വർഷം. അതുവരെ അവൾക്ക് മരുന്ന് കൊടുക്കണം. അത് എൻ്റെ കയ്യിലുണ്ട്. മരുന്ന് കൊടുക്കാൻ സമയമാകുമ്പോൾ സന്ദീപ് ആതിര അറിയാതെ എൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് തരും. ഞാൻ ആരും അറിയാതെ മോക്ക് മരുന്ന് കൊടുക്കും. സർജറി സമയത്തെ ഈ കാര്യം ആതിര അറിയാവൂന്നാ സന്ദീപ് എന്നോട് പറഞ്ഞത്. നമ്മുടെ സമാധാനക്കേട് എന്തിനാ സച്ചേട്ടാ അവൾക്കും കൂടി കൊടുക്കുന്നത്? ഇങ്ങനൊരു അസുഖം ഉള്ളതുകൊണ്ടാ മോൾ കരയുമ്പോൾ എനിക്ക് പേടി. കുഞ്ഞു കരയല്ലേടാ. ഓ എന്തിനാ മോള് കരയുന്നേ? ഒന്നുമില്ല. ഓ ഇതെന്താ സന്ദീപെ കുഞ്ഞു കരച്ചിൽ നിർത്താത്ത? ഇപ്പോൾ എടുത്ത ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. കുഞ്ഞ് കൂടുതൽ നേരം കരയുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മരുന്ന് കൊടുക്കണം. സന്ദീപെ, നമുക്ക് മോളെ ഒന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചാലോ? അല്ലാതെ ഇവള് കരച്ചിൽ നിർത്തുമെന്ന് തോന്നുന്നില്ല. അല്ല, ഞാൻ അർച്ചനടുത്ത് വേഗം വിളിക്കാം. എടുത്തെടുത്താൽ ചിലപ്പോ മോള് കരച്ചിൽ നിർത്തും. കൊച്ചിന് വയ്യതാവുമ്പോ ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ലാതെ ചേച്ചിയല്ല. ഓ നിന്ന് താളം ചവിട്ടാതൊന്ന് റെഡി ആവുന്നുണ്ടോ? വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് വയ്യ ഈ കരച്ചിൽ കണ്ടോണ്ട് നിൽക്കാൻ. എന്തിനാ കുഞ്ഞിങ്ങനെ കരയുന്നത്? മോൾക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുവച്ചാ. കുറെ നേരമായിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ആ, എന്നാ ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങൾ അർച്ചനെ കൂടെ വിളിക്ക്, എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോ. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തിനാ ചേച്ചി കൂടെ വരുന്നേ? മോളെ, വാശിയും ദേഷ്യവും കാണിക്കാനുള്ള സമയമല്ല ഇത്. അർച്ചന എടുത്ത കുഞ്ഞിന്റെ കരച്ചിൽ ചിലപ്പോൾ മാറും. അങ്ങനെയല്ലേ സാധാരണ. ഇനി അവരുടെ കയ്യില് കൊച്ചിനെ കൊടുത്ത് കരച്ചിൽ മാറ്റുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഭാവി കരയല്ലേ? എന്താ പറ്റിയേ? മോളെ തരുന്നില്ല ഇപ്പൊ. എന്ത് പറ്റിയാലും ശരി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. സന്ദീപേ, നീ വരുന്നുണ്ടോ? ഇനി താമസിപ്പിക്കേണ്ട സന്ദീപ്, വേഗം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ചെല്ല. നിങ്ങൾ നിൽക്ക്, ഞാനും വരാം. എനിക്കല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. വാ പോവാം.
മറ്റസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കരച്ചിലുണ്ടാവും. നിർത്താതെ കരയുവാ ഡോക്ടർ. എത്രയൊക്കെ കരയാതെ നോക്കിയാലും ഇത് തന്നെ അവസ്ഥ. ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നുമില്ല. എന്തെങ്കിലും മരുന്നോ ഇഞ്ചക്ഷനോ കൊടുക്കാൻ പറ്റുമോ ഡോക്ടർ? അങ്ങനെ മരുന്നും ഇഞ്ചക്ഷനും കൊടുക്കാനും മാത്രം കുഞ്ഞിന് അസുഖമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ കരയുന്നത് ഒരു രോഗാവസ്ഥയല്ലല്ലോ. സാധാരണ അമ്മമാരെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തേണ്ടതാണ്. അമ്മമാരോട് ഇണങ്ങും പോലെ മറ്റാരോടും ഈ പ്രായത്തിൽ ഇണങ്ങില്ലല്ലോ. ഡോക്ടർ, സാധാരണ മോൾ എപ്പോൾ കരഞ്ഞാലും എൻ്റെ മരുമകൾ അർച്ചന എടുക്കുമ്പോൾ കരച്ചിൽ നിർത്താറുണ്ട്. ഓഹോ. സത്യത്തിൽ ആതിരയേക്കാളും മോള് കൂടുതൽ ഇണങ്ങിയിരിക്കുന്നത് അർച്ചനയോടാ. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഈ പറഞ്ഞ അർച്ചന ഇപ്പൊ സ്ഥലത്തില്ലേ? വേഗം വരുന്ന ദൂരത്തിലാണെങ്കിൽ അവർ വിളിച്ചു വരുത്തുന്നത് നല്ലത്. കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വല്ല അസുഖം വന്നെന്നിരിക്കാം. അത് ശ്രദ്ധിക്കണം. അച്ഛാ, എന്റെ ഫോൺ കാറിലായി പോയി. അച്ഛനൊന്ന് ഏട്ടത്തെ വിളിക്കാം. എന്നിട്ട് ഏട്ടത്തെ കൊണ്ട് വേഗം ഇവിടം വരെ ഒന്ന് വരാൻ പറയും. ഞാനല്ലേ അച്ഛൻ പറയുന്നത്. അച്ഛൻ വിളിക്ക്. എടോ, താനിങ്ങനെ ടെൻഷൻ ആവാതെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കല്ലേ. ഇനി എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിലും അവരത് നോക്കിക്കോളും. താനീ പേടിക്കുന്ന പോലൊന്നും ഉണ്ടാവില്ലടോ. ഹലോ അച്ഛാ. എടാ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. നിങ്ങളിരിക്കെ, ഞാനിപ്പോൾ വരാം. അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മരുന്നൊന്നും കൊടുക്കേണ്ടതില്ലെന്നാ ഡോക്ടർ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അർച്ചന മോളെയും കൊണ്ട് ഇവിടം വരെ ഒന്ന് വാ. അർച്ചന എടുത്ത കുഞ്ഞ് കരച്ചിൽ നിർത്തും. എന്താ സച്ചിട്ടാ? മോക്ക് എങ്ങനെയുണ്ടെന്ന് ഫോൺ ഇതാ. ഹലോ അച്ഛാ, മോക്ക് എങ്ങനെയുണ്ട് അച്ഛാ? അവള് കരച്ചിൽ നിർത്തിയോ? മോള് വേഗം വാ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ഞാനിപ്പോ വരാം അച്ഛാ. ഫോൺ വെക്കാണേ. സച്ചിട്ടാ, നമുക്ക് വേഗം പോവാം. അർച്ചനയും സച്ചി ഇപ്പോൾ വരും. ഞാൻ പുറത്തുണ്ടാവും. അവരെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ സന്ദീപ് പറഞ്ഞേ? മിണ്ടിപ്പോരുത്. വാവേ, മോളെ. അച്ഛാ, മോക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. നീ മോളെ ഒന്ന് എടുത്ത് കരച്ചിൽ മാറ്റിക്കേ. എടുത്തി മറ്റെല്ലാം മറന്ന് മോളെ ഒന്ന് എടുക്കണം. ഞാനല്ലേ പറയുന്നത്. എടുക്ക്. എന്തായി? പറഞ്ഞാൾ വന്നോ? വന്നു ഡോക്ടർ. അർച്ചന വന്നെടുത്തപ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തി. അതെന്താ ഡോക്ടർ അങ്ങനെ? ഞാനല്ലേ അവളുടെ അമ്മ. എന്റെ കയ്യിലിരിക്കുമ്പോഴും എന്റെ സാമീപ്യത്തിലും അല്ലേ കുഞ്ഞ് കരയാതിരിക്കണ്ടേ? ഞാൻ എടുത്ത കരയും അവരെടുക്കുമ്പോ കരച്ചിൽ നിർത്തും. ഇന്നും അവരെ ആശ്രയിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്?
അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരെയും കൂടി കൊണ്ടുപോകാൻ പറ്റോ? ഇതിപ്പോ പ്രസവിച്ചു എന്നല്ലാതെ മറ്റൊരു റോളും അമ്മയായി എനിക്കില്ലേ. അങ്ങനെയൊന്നും കരുതണ്ട. കുഞ്ഞുങ്ങൾ ചിലരോടെ ഇണങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ അവർക്ക് കംഫർട്ടായ കൈകളിലേക്ക് അറിയാതിരിക്കും. ചിലരുടെ കൈകളിലെ ചൂടും ശബ്ദവും, എന്തിന് സ്മെല്ല് പോലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും.